ഹാർട്ട് ആൻഡ് മൈൻഡ് ഇസ് ഫിൽഡ്. ഭയങ്കര സ്പീച്ച്ലെസ് ആണിപ്പോൾ. ഇനി ഇതൊക്കെ അതിൽ ഓരോ മൊമെൻറ്റ്സും ഇങ്ങനെ പ്രോസസ്സ് ചെയ്യണം. സിനിമ തുടങ്ങിയപ്പോൾ മുതൽ അതിൽ ഫുള്ളായിട്ട് ഇന്നായിരുന്നു. ഭയങ്കര ഇമോഷണലാണ്. ഇല്ല, അങ്ങനെ വേർതിരി സിനിമയിൽ അങ്ങനെ അവാർഡ് വിടം പാരലൽ സിനിമ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പടം അങ്ങനെയൊന്നും വേർതിരിച്ചേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഹ്യൂമൻ ഇമോഷൻസ് മനസ്സിലാകുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. ഉണ്ട്. നല്ല പടമായിരുന്നു. ലൈക്ക് ഒരു വിയേർഡ് ത്രില്ലർ പടം, അത്രേ ഉള്ളൂ. നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫ് ഭയങ്കര വിയേർഡായിട്ട് ത്രില്ലർ പോലെ പോകും. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നമുക്ക് എൻജോയ് കാണാൻ പറ്റുന്ന പോലത്തെ സിനിമയാണ്. എനിക്ക് മീറ്റ് ചെയ്തു. ഇപ്പോൾ ബാക്കി ഓഡിയൻസ് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല. പേഴ്സണലി എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. നല്ല പടമായിരുന്നു. ലൈക്ക് ഞെട്ടിക്കുന്ന എലമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ചില മൊമെൻറ്റ്സ് ഒരു സെക്കൻഡ് ഹാഫിൽ രണ്ട് മൂന്ന് മൊമെൻറ്റ്സ് നമുക്ക് കൈയടിക്കാവുന്ന വിസിലടിക്കാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് എനിക്ക് എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ അടിപൊളിയായിരുന്നു. സൂപ്പർ. ഒരിക്കലും നിരാശപ്പെടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മേക്കിങ് പക്ക. മേക്കിങ്ങും എല്ലാം, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എല്ലാം സുഷാമ മെയിൻ പില്ലറാണ്. തീർച്ചയായും നമ്മൾ ഈ രീതിയല്ല പ്രതീക്ഷിച്ചത്. പക്ഷേ വേറൊരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടുന്നത് അതിന് മുകളിലൊരു സാധനമാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്പൊക്കെ ആയിരുന്നു. ഭയങ്കര രസമാണ് പടം. അവാർഡല്ല, നമ്മൾ ശരിക്കും അത് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ആ ബാലനൊപ്പം നമ്മളും കൂടി ഇങ്ങനെ പോകുന്നൊരു ഫീലാണ്. ഗംഭീരമായിട്ടുണ്ട് പടം. അടിപൊളിയാണ്. ക്ലൈമാക്സ് നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാഗ് തോന്നി. പക്ഷെ നല്ല അഭിനയമാണല്ലോ. മറ്റേ തോവിന് ആ ചെറിയ റോളാണ് നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ആ അമ്മയായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്, മകൻ നന്നായി ചെയ്തിട്ടുണ്ട്, ഒരു വയസ്സായ സ്ത്രീയുണ്ട്, ലാൽ ജൂനിയർ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ലാഗ് ഉണ്ട്, പലയിടത്തൊരു അവാർഡുണ്ട്. പക്ഷേ ക്ലൈമാക്സ് സ്പോയിൽഡ് പറയരുത്. നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ്. എനിക്ക് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. ഒരു ചൈൽഡ്ഹുഡ്, ഒരു മദർ ആൻഡ് ചൈൽഡ്. ഇത് ആർക്കായാലും, ന്യൂ ജനറേഷൻ ആയാലും ആർക്കായാലും കാണാണ്ടിരിക്കാൻ പറ്റില്ല. അത് ചെയ്യണം, കണക്റ്റായി പോകുക തന്നെ ചെയ്യും. അതൊക്കെ ഓരോരോ പറയുന്നതല്ലേ. അവരെക്കാട്ടും നല്ലൊരു പോലെ തന്നെ എടുത്തിട്ടുണ്ട് അവർ. അത് എല്ലാവരും മസ്റ്റ് വാച്ചാണ്. ഓരോ റിവ്യൂ നോക്കരുത്. നമുക്ക് തന്നെ ഒരു ബാക്ക് ടു ചൈൽഡ്ഹുഡ് അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യണമെങ്കിൽ, ഓരോരോ ഫാമിലിയുടെയും ഓരോരുത്തരുടെ കഷ്ടപ്പാടും അതൊക്കെ അറിയണമെങ്കിൽ ഇത് കാണണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് കേട്ടിട്ട് പോലെ ഞാൻ ചുമ്മാ ബുക്ക് ചെയ്ത് വന്നതാണ്. പടം കേട്ടപ്പോൾ ഒക്കെ ഭയങ്കര ഫ്ലോപ്പാന്നായിരിക്കും വിചാരിച്ചത്. പക്ഷേ ഫ്രണ്ടിൻ്റെ ഒപ്പം വന്നു, കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. വേറൊരു രീതിയിലുള്ളൊരു മലയാള സിനിമയിൽ നമുക്കറിയാലോ ഈ ഒരു ജനറേഷനിൽ ഒരു ക്ലാസിക് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റോറി ടെല്ലിങ്ങിൽ ഒരു വേറെ രീതിയാണ് ഈ സിനിമ കാണിച്ചു തന്നത്. അതിപ്പോൾ ജിത്തുവിൻ്റെ എഴുത്ത്, അതുപോലെ തന്നെ ചിദംബരത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്നു. കാരണം ആവേശത്തിൻ്റെയും മഞ്ഞുമലിൻ്റെ ആ ഒരു ടീമാണല്ലോ. പക്ഷേ അതിൽ നിന്ന് മാറി ഇവരൊരു കൊമേഴ്ഷ്യലൈസ്ഡ് സബ്ജക്റ്റ് അല്ല, പക്ഷേ അമ്മ മകൻ ആണ് അവരുടെ റിലേഷനാണ്. അത് ഏത് ഭാഷയിലും കാണിക്കാവുന്ന ഒരു സബ്ജക്റ്റാണെന്ന് നമുക്കറിയാം. അതിലും വലിയൊരു വേറൊരു സബ്ജക്റ്റ് നമുക്ക് ഒരു സിനിമയ്ക്കകത്ത് പറയാനില്ലല്ലോ.